Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആണ്. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട് IPMAXന്റെ. ആദ്യമായിട്ടായിരിക്കും എൻ്റെ ചാനലിൽ IPMAXന്റെ വീഡിയോ വരുന്നത്. IPMAXന്റെ സ്മാർട്ട് വാച്ച് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയും നല്ല ക്ലാരിറ്റി ഉള്ള കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ. IPMAXന്റെ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. IPMAX വാച്ച് 4 റിയൽ AMOLED എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊളിച്ചു നോക്കാം. റിയൽ AMOLED എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ ഒരു സാമ്പിൾ പീസ് കണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട്. അട്ടാറ് ക്ലാരിറ്റിയാണ്. നമ്മൾ മറ്റേ IPS ഡിസ്പ്ലേ നാട്ടിൽ ഏറ്റവും ക്ലാരിറ്റി ആണെന്നറിയാം. AMOLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് പൊളിച്ചു നോക്കാൻ മതി. സംഭവം എങ്ങനെ ഉണ്ട് നോക്കാൻ മതി. ഇതിൽ വേറൊന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. വേറെ അധികം മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. ഒരു QR കോഡ് മാത്രം കൊടുത്തിട്ടുണ്ട്. വേറെല്ലാം യൂസർ മാനുവൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതല്ലോ. നമുക്കിത് ഫുള്ള് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് കാണാം കേട്ടോ. സംഭവം സെറ്റ് സാധനം കൊണ്ടാണ് ഞാൻ എടുത്തത്. നല്ല സാധനമായിരുന്നു. പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തത്. ഇതാണ് പാക്കിങ് വരുന്നത് കേട്ടോ. അതൊക്കെ കാണുന്നുണ്ടോ? ഇതിൻ്റെ പാക്കിങ് കാണുന്നുണ്ടോ എങ്ങനെയുണ്ടെന്ന്? ഒരു രക്ഷയില്ലാത്ത പാക്കിംഗ് ആണ്. സാധനം ഇവിടെ വാച്ച് എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ വരുന്നുണ്ട് നോക്കാം നമുക്ക്. ഒരു വയർലെസ് ചാർജർ വരുന്നുണ്ട് കേട്ടോ. വയർലെസ് ചാർജർ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 സ്ട്രാപ്പ് വരുന്നുണ്ട് കേട്ടോ. ഒരു ലെതർ ഒരു സിലിക്കോണിൻ്റെ സ്ട്രാപ്പ് വരുന്നുണ്ട്. യൂസർ മാനുവലിൻ്റെ ബുക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പാസ് കാർഡ് അതൊന്നും വേണ്ട. യൂസർ മാനുവലിൻ്റെ ബുക്ക് വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ പിന്നെ അതേപോലെ തന്നെ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഉണ്ട് ചൈനയിലും ഉണ്ട് കേട്ടോ. 2 ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്താക്കുക, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ കളറും ഫിനിഷിങ്ങും ഒക്കെ തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ്. ആരും വിചാരിക്കില്ല ഇത് കോപ്പിയാണ് കേട്ടോ. ഇത് വാച്ച് 4ൻ്റെ അതേമാതിരി തന്നെ ഉണ്ട്. ആരും ഇത് കണ്ടാലും വിചാരിക്കില്ല എന്തേലും കോപ്പി ഉണ്ട് കേട്ടോ. എന്താ ഇത് നല്ല അടിപൊളിയായിട്ട് പോയിക്കുന്നുണ്ട്. ബസൽസ് എല്ലാം കുറവാണ്. ചെറിയ ബസലേ കൊടുത്തുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റി. ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോഴത്തെ കാണുന്നുണ്ടോ? എച്ചാതി ക്ലാരിറ്റി ആണെന്നറിയോ. ഒരു രക്ഷയില്ലാന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വാൾപേപ്പേഴ്സ് കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ. വാൾപേപ്പേഴ്സ് ഒരുപാട് വാൾപേപ്പേഴ്സ് ഇട്ട് നല്ല ക്ലാരിറ്റിയാണ്. അതുകൊണ്ട് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഒരുപാട് ടൈപ്പ് മെനു സ്റ്റൈലുണ്ട്. ഇതാ കാണുന്നുണ്ടോ? സംഭവം സെറ്റ് സാധനമാണ്. മെനു സ്റ്റൈലെല്ലാം ഒരു രക്ഷയില്ല. പിന്നെ അതേപോലെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വരും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മറ്റേ കൺട്രോൾ പാനൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാച്ച് ഓഫ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ അലാറം സെറ്റ് ചെയ്യാനും പിന്നെ വാച്ച് ഫോൺ സെർച്ച് ചെയ്യാനുള്ള പിന്നെ ലോക്ക് വെക്കാനുള്ള ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ താഴോട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇതിൽ ഒന്നും വന്നിട്ടില്ല. ഇത് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മൈക്കും സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. കേട്ടോ നല്ല സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ആക്കിക്കുമ്പോൾ നല്ല സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല മൈക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 അല്ല 2 മൈക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടിനാ. നല്ല അടിപൊളി സൗണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ വയർലെസ് ചാർജിങ് ആണ് കേട്ടോ. വയർലെസ് മാഗ്നറ്റിക് ചാർജിങ് ആണ്. ഇതിങ്ങനെ വെച്ച് തൂക്കിയിടാനും പറ്റും കേട്ടോ. ബൂല കേട്ടോ. ഇത് എവിടെയെങ്കിലും ചാർജിന് കുത്തിയിട്ട് ഇങ്ങനെ തൂക്കിയിടാനും പറ്റും. ഇത് ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല. മാഗ്നറ്റിക് ആനെ കൊണ്ട് കറക്റ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താക്കാം, നമുക്ക് സ്ട്രാപ്പ് ഇട്ട് നോക്കാം. നമുക്ക് സ്ട്രാപ്പിൽ ഇവിടെ IPMAX എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റിയിലുണ്ട് കേട്ടോ. സ്ട്രാപ്പ് നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല കംഫർട്ടും ഉണ്ട് കേട്ടോ. വാച്ച് കയ്യിൽ കെട്ടാൻ നല്ല വെയിറ്റ് ഒന്നുമില്ല. അധികം വെയിറ്റ് ഒന്നുമില്ല. നല്ല വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് കെട്ടിയിട്ട് ഇത് കെട്ടിയാൽ അറിയില്ല കേട്ടോ കെട്ടിയിട്ടുണ്ട് വാച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ആൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം ഓൺ ചെയ്യണം. ഓൺ ചെയ്താൽ വർക്കിംഗ് ആവും കേട്ടോ. ഓക്കെ, ഇത് ഓൺ ചെയ്യാനുള്ളത് ഇവിടെ തന്നെ ഉണ്ട്. അതോടെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ അതോടെ സെറ്റിങ്സിൽ ഒരുപാട് ഡൈനാമിക് ഐലാൻഡ് പിന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ പിന്നെ ടൈം സ്റ്റൈല് ബ്രൈറ്റ് ആൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് വെയിലത്ത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. വെയിലത്ത് യൂസ് ആക്കുമ്പോൾ നല്ല ഇതുണ്ടാവും കേട്ടോ. NFC ഉണ്ട്. NFC കാർഡ് ഇത് ഇതാക്കാൻ പറ്റും. പിന്നെ കണക്ട് ഫോണ് ഒരുപാട് സെറ്റിങ്സിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇനി ഇവിടെ കാണിക്കും കേട്ടോ. നോച്ച് ഒന്ന് സൂം ആക്കി കാണിച്ചു കൊടുക്കും. കാണുന്നുണ്ടോ? ഈ ന്യൂസ് എന്ന് എഴുതിയിട്ടുള്ള നോ ന്യൂസ് എന്ന് എഴുതിയിട്ടുള്ള അവിടെ നോട്ടിഫിക്കേഷൻ വന്നാൽ അവിടെ അങ്ങനെ നോച്ചിൽ വന്നിട്ട് കിടക്കുന്നതായിരിക്കും.
പിന്നെ ഇതാണ് സിലിക്കോൺ സ്ട്രാപ്പ് ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ 3 ക്ലോക്കായിട്ട് വരുന്നതാണ്. ഇവിടെ കാണുന്നുണ്ടോ 3 മുള്ളായിട്ട് വരുന്നില്ല, അടിപൊളിയായിട്ടുള്ള സാധനമാണ്. പിന്നെ നമുക്ക് മറ്റേ ലെതർ സ്ട്രാപ്പും കൂടി ക്വാളിറ്റിയും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ലെതർ സ്ട്രാപ്പ് ഫിറ്റ് ആക്കിയാണ്. ലെതർ സ്ട്രാപ്പും അത്ര തന്നെ കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത്ര ക്വാളിറ്റിയുള്ള ലെതർ സ്ട്രാപ്പ് ഞാൻ ഏത് സ്മാർട്ട് വാച്ചിൽ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഇടയ്ക്ക് വരുന്ന സ്മാർട്ട് വാച്ചിലുള്ള വെറുതെ ലെതർ എന്നിട്ട് ഉടായ്പ സാധനം വെക്കുന്നതിനും. പക്ഷേ ഇത് നല്ല ലെതർ സ്ട്രാപ്പ് നല്ലുണ്ട് കേട്ടോ, ക്വാളിറ്റിയുള്ള ലെതർ സ്ട്രാപ്പാണ്. പിന്നെ ഹാർട്ട് ആക്വ റേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ ഹാർട്ട് റേറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. ലെതർ സ്ട്രാപ്പ് നമുക്ക് ഇട്ടിട്ട് കൈക്ക് കെട്ടി വെക്കാം കേട്ടോ. ലെതർ സ്ട്രാപ്പ് ഇട്ടിരിക്കുന്നു. ഇതിലും അത്ര തന്നെ കേട്ടോ, IPMAX എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതോടെ IPMAX എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, ക്വാളിറ്റി അല്ല. അപ്പോൾ നമുക്ക് എന്താക്കാന്ന് പറയാം, വീഡിയോ നീട്ടുന്നില്ല, പെട്ടെന്ന് ഇതെന്താക്കുക കണക്ട് ചെയ്ത് എങ്ങനെ നോക്കാം നമ്മളെ ഫോണിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോൺ എടുക്കാം. ജസ്റ്റ് ഞാൻ ഐഫോണിലായിരുന്നു കണക്ട് ചെയ്യുന്നത്. ഐഫോണിൽ കണക്ട് ചെയ്യുന്ന ജസ്റ്റ് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോർ എന്നുണ്ട്. നമ്മൾ ആപ്പ് സ്റ്റോറിൽ കയറുന്ന സാധനം ഡൗൺലോഡ് ആക്കുന്നത് ഞാൻ ആൾറെഡി ഡൗൺലോഡ് ആക്കിയതുകൊണ്ട് ഇവിടെ ഡിഫിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. 2 സെക്കൻഡിൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതും നമുക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം യൂസ് ആക്കാൻ പറ്റും കേട്ടോ. കാണുന്നുണ്ടോ, ഇതെല്ലാ ഫീച്ചേഴ്സും നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഓക്കെ, ആപ്പ് ഡൗൺലോഡായി, ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അലോ കൊടുക്കുക, ജസ്റ്റ് എല്ലാം ടർൺ ഓൺ എല്ലാം അലോ കൊടുത്തിട്ട് ഇവിടെ അലോ കൊടുക്കുക കേട്ടോ. ഇവിടെ അലോ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡിവൈസ് എന്നുള്ളൊരു സ്ഥലത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താക്കുക, ഇവിടെ ആഡ് ഡിവൈസ് എന്ന് കൊടുക്കുക. ആഡ് ഡിവൈസ് എന്ന് പറയുമ്പോൾ സെർച്ച് ആകുന്നുണ്ട്. പിന്നെ ഇത് ആപ്ലിക്കേഷൻ ഇതിൽ ഇതൊന്നും കൊടുക്കേണ്ടില്ല കേട്ടോ. സ്മാർട്ട് വാച്ച് എന്നുള്ള ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണക്ട് പേര് അതിൻ്റെ അലിപേ വെരിഫൈ ആകുന്നുണ്ട്. സ്മാർട്ട് വാച്ച് ഇതോടെ റൗണ്ട് കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് കണക്ട് ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈസി ആയിട്ട് വാൾപേപ്പേഴ്സും സെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊന്ന് അലിപ്പേൻ്റെ ഒന്ന് സ്കാൻ ആയിട്ടാവട്ടെ. അലിപ്പേ ഒന്നുമില്ല നമ്മളടുത്ത്. ഓക്കെ, ഇതായിട്ട് പറഞ്ഞു. ഓക്കെ, ഇതാ ഇപ്പോൾ ഇതിൽ മ്യൂസിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ആഡ് ആക്കാൻ പറ്റും കേട്ടോ. നമ്മളെ ഈ മ്യൂസിക് പ്ലെയറിൽ ഏതെങ്കിലും മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്ക് വാച്ചിലേക്ക് ആഡ് ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വാൾപേപ്പേഴ്സിൽ ഫേസ് എന്നിട്ടുള്ള ഒരുപാടുണ്ട്. ഇതിൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുകൂടെ പോയാൽ നമുക്കിവിടെ ഒരുപാട് ടൈപ്പ് ഇങ്ങനെ ഇതിൽ വേണമെങ്കിൽ ഇതിൽ നമുക്ക് നമ്മളെ ഫോട്ടോ സെറ്റാക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ സെറ്റാക്കി തരാം. ഒരുപാട് ഫോട്ടോസ് ഉണ്ടായതുകൊണ്ട് ഒന്നും ഒരു ലെവൽ ഇട്ടുന്നില്ല. ഈ ഫോട്ടോ സെറ്റ് ചെയ്യാം. ഈ ഫോട്ടോ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഡണ്ണ് കൊടുത്താൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കളർ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കളർ വെച്ചിട്ട് വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ മതി. ഓക്കെ, ഇത് മാത്രം മതി കേട്ടോ. നമുക്ക് ഇത് വേറെ ആൾട്ടർനേറ്റ് ഡിസൈനൊന്നും വേണ്ട. 2 ഫോട്ടോ വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് എഡിറ്റ് ആക്കാനുള്ള ഓപ്ഷനെല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടെക്സ്റ്റ് വെക്കണമെങ്കിൽ ടെക്സ്റ്റ് വെക്കാം. അതിൻ്റെ പേര് തന്നെ വെക്കുന്നുണ്ട്. ടെക്സ്റ്റ് വെക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത് ക്ലോക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ക്ലോക്കിൻ്റെ ഇത് വേണമെങ്കിൽ ക്ലോക്കിൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഇങ്ങനെ ഇത് ബസ്സിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടൈം വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഒരു അടിപൊളി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഈ ആപ്ലിക്കേഷനിൽ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സേവ് കൊടുത്താൽ മതി. വാച്ചിലേക്ക് ഫേസ് കയറി വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ 3%, 13% പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എങ്ങനെ അനുസരിച്ചിട്ട് അത്രയും പെട്ടെന്ന് നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ടിഫിക്കേഷനെല്ലാം എങ്ങനെ എനേബിൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് ആയിട്ടുണ്ട് കേട്ടോ. അതവിടെ കാണുന്നുണ്ടോ എൻ്റെ ഫോട്ടോ? എന്താ ഇത് ക്ലിയർ ആണെന്ന് അറിയാം. ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കും. ഫുള്ളായിട്ട് അത് ക്ലിയർ ആണ്. നോക്ക് എമ്മാതിരി ക്ലിയർ ആണെന്നറിയാം. ഫോട്ടോൻ്റെ അത് ക്ലാരിറ്റിനായിട്ട് ഈ ഫോണിനായിട്ട് ക്ലാരിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നോട്ടിഫിക്കേഷനിൽ പോയാൽ നോട്ടിഫിക്കേഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓണാക്കാൻ പറ്റിയ. ഇവിടെ കാണുന്നുണ്ടോ? എല്ലാ ഇതും നമുക്ക് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മളെ ഇത് സ്റ്റാൻഡിങ് ടൈം പിന്നെ സിറ്റിംഗ് ടൈം എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് കോൾ ആക്കുന്നത് അത് ജസ്റ്റ് എന്താക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് മേലെ താഴോട്ട് സ്വൈപ്പ് ആക്കിയാൽ ഇവിടെ ബ്ലൂടൂത്ത് ഉണ്ട്. ഇതൊന്ന് ഓൺ ആക്കിയിടാം. കോൾ ഓഡിയോ
മീഡിയ, മൊബൈൽ മ്യൂസിക്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കണക്റ്റഡ് ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ ആർക്കെങ്കിലും കോൾ ആക്കിയാലോ ഇങ്ങോട്ട് കോൾ വന്നാലോ എന്താവും നമുക്ക് ഇതിൽ കാണിക്കും കേട്ടോ. ഞാനിപ്പോൾ എന്താക്കുന്നത് ഇതിൽ നിന്ന് റിസീവ് ആക്കി സംസാരിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലും വിളിച്ചിട്ട് ഞാനൊന്ന് ക്ലിയർ ചെക്ക് ചെയ്ത് തരാം കേട്ടോ. ഇതോടെ നോച്ചിൽ 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോച്ചിൽ. നമുക്കിപ്പോൾ എന്താക്കാന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് നോക്കാം. ഇവിടെ നോച്ചിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇവിടെ ന്യൂ മെസ്സേജ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, മെൻഷൻ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക് ഒന്നും കൂടി അവരെ വിളിച്ചു നോക്കാം. നമ്മളെ ചങ്കിനെ സ്മാർട്ട് വാച്ച് ഓണാക്കി. ഹലോ, ആ റുപ്പി കേൾക്കുന്നറാ? കേൾക്കുന്ന എയർപോർട്ട് അല്ലടാ, സ്മാർട്ട് വാച്ച് നല്ല ക്ലിയർ ഉണ്ടോന്ന്? ഓക്കെടാ, ശരി എന്നാല് ഓക്കെ. എയർപോർട്ട് അല്ലടാ, സ്മാർട്ട് വാച്ച്. ആ ശരി എന്നാല് സെറ്റ്, നല്ല ക്ലാരിറ്റി ഉണ്ടാ. ശരി എന്നാല് ഓക്കെ. അപ്പൊ നല്ല ക്ലാരിറ്റി ഉണ്ടെന്നാണ് അങ്ങോട്ട് കേട്ടാൽ പറഞ്ഞത്. നല്ല അടിപൊളി അഭിപ്രായമാണ്. വോയിസ് ക്ലാരിറ്റി എല്ലാം ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ്. അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്താക്കാം, നമുക്ക് 120 dirhamsന് ആൾ ഓവർ ഫ്രീ ഡെലിവറി ആക്കി തരുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഫുള്ള് സെറ്റാക്കുക, പവറാക്കുക. പിന്നെ അതേപോലെ തന്നെ വീഡിയോനെ മാക്സിമം ഷെയർ ആക്കുക, ഒരുപാട് വ്യൂസ് കിട്ടുന്ന ഒരു രീതിയിൽ എത്തിക്കുക. അടുത്തൊരു അടിപൊളി കിടുക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരെ ഇപ്പൊ ബൈ.